ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു സമ്മർ ഔട്ട്ഫിറ്റാണേ. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. കോട്ടൺ മെറ്റീരിയലാണേ. ഇത് 290 വരുന്നൊരു നൈറ്റി ബിറ്റാണ്. അപ്പോൾ അടിപൊളി ഒരു കുർത്തിയാണ്. നിങ്ങൾ എന്തായാലും മിസ്സാക്കാതെ കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പോർഷൻ എ ലൈനായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പോർഷന് വേണ്ടി മാത്രം തുണി രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് 42 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 43 ഇഞ്ച് ബാക്ക് പോർഷന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്ന് നമുക്ക് ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോൾഡറിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ ഹാഫ് ഞാനിവിടെ 6.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആം ഹോളിന് വേണ്ടി 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. 10.5 ഇഞ്ചാണ് നമുക്ക് ഫിറ്റിങ്ങിൽ വരുന്നത്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് ബാക്ക് പോർഷനാണ്. അപ്പം ബാക്ക് ആം ഹോൾ കോർണറിൽ നിന്നും 1.25 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ആം ഹോൾ കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി വരുന്നത് ഷേപ്പിൻ്റെ പോർഷനാണ്. മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ചിലാണ് കേട്ടോ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഷേപ്പ് കൊടുക്കുന്നത് ഒരു 9.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ഇഞ്ചും കൂടി കൊടുത്തിട്ട് ഷേപ്പ് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ താഴത്തേക്ക് എ ലൈനായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഏറ്റവും താഴെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷനാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നെക്കും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ 3 ഇഞ്ച് കിട്ടും. ഇറക്കം 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് റൗണ്ടായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലൊരു ഷേപ്പ് കൂടി വരച്ചെടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ്സും എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഫ്രണ്ട് പോർഷൻ നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസ് വരുന്ന പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിത് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഒരു 16 ഇഞ്ച് യോക്ക് ലെങ്തിലാണ് നമുക്ക് വേണ്ടത്. ഫ്രണ്ട് പീസാണ്. അപ്പോൾ ആ ഒരു 16 ഇഞ്ച് ഞാനിവിടെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നെക്ക് ഒഴിച്ച് ബാക്കി ആം ഹോൾ എല്ലാം തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ സെയിം തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി യോക്ക് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പീസിലേക്ക്. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ടുള്ള 16 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ 15 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 16 ഇഞ്ച് എടുത്തത്. അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തും കൂടി എടുക്കണം. നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ ആം ഹോൾ ഫ്രണ്ട് ആം ഹോൾ ജസ്റ്റ് ഒന്ന് കുഴിച്ചുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ പീസും കൂടി വേണം കേട്ടോ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ ഒരു പേപ്പർ പീസും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി തിരിച്ചറിയാൻ വേണ്ടി 1, 2 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും റൈറ്റ് സൈഡാണ് ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള നെക്കും കൂടി കൊടുക്കാം. 2.25 ഇഞ്ച് നെക്കിൻ്റെ അകലം കൊടുക്കുന്നുണ്ട്. താഴത്തേക്ക് 6.5 ഇഞ്ചും കൊടുത്ത് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ അതാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസും ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫസ്റ്റ് എന്ന് എഴുതിയ പീസില്ലേ, ആ ഒരു പേപ്പർ പീസ് ഇതുപോലെ ഒന്ന് നിവർത്തിയിടുന്നുണ്ട്. ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഒരു അങ്കയാക്ക സ്റ്റൈലിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 6 ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ വരച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം.
അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡും കൂടി കട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ അടുത്ത പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത്, 2 എന്ന് മാർക്ക് ചെയ്ത പേപ്പർ കേട്ടോ. ആ ഒരു പേപ്പറിൽ ഇനി അടുത്ത കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു പേപ്പറിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പേപ്പർ പീസ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. ഇതാണ് സെൻറ്റർ പോർഷൻ. ഇനി ഈ സെൻറ്റർ പോർഷൻ രണ്ടും കൂടി ഇതേപോലെയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നൈറ്റി ബിറ്റിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുണി വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഒട്ടും തന്നെ തുണി വേസ്റ്റ് ചെയ്യാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 16 ഇഞ്ച് ഞാനിവിടെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇനി നമുക്ക് നിവർത്തിയിട്ടിട്ട് നമുക്ക് ആ ഒരു പേപ്പർ പാറ്റേൺ വെച്ച് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ 1 എഴുതിയിട്ടുള്ള പീസാണ് ഇതേപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഈ ഒരു പീസാണ് നമുക്ക് മുകളിൽ വരേണ്ടത് കേട്ടോ. ഇനി അടുത്ത 2 എന്ന് എഴുതിയ പീസ് നമ്മൾ അടുത്ത സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ആ ഒരു പീസിൻ്റെ ലെഫ്റ്റ് പോർഷൻ നമുക്ക് അടിയിലാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നമുക്ക് തുണീൻ്റെ കുറവ് കാരണം ഇത്ര ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിഡിൽ ഭാഗം വരെ മാത്രമേ നമുക്ക് പുറമേ കാണേണ്ടതുള്ളൂ. ബാക്കി നമുക്ക് മറ്റേ പീസിൻ്റെ അടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കി മുകളിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പീസ് ബാക്കി വരും. അതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പേപ്പർ പാറ്റേണിൽ ഉള്ളതുപോലെ തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഞാനെന്തായാലും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ജോയിൻ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പീസസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. 2 പീസും കട്ട് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ മിഡിൽ ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗമാണ്. താഴത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ എ ലൈനായിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ യോക്ക് പോർഷൻ മൈനസ് ചെയ്തിട്ട് ബാക്കി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതുപോലെ വെച്ച ശേഷം ബാക്ക് പീസ് ഉള്ളതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ താഴത്തെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി തുണിയിലാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും തുണി നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഞാനിവിടെ ലോങ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുണി കൂടി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തപ്പോഴൊക്കെ സൈഡിൽ കുറച്ച് തുണി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ജോയിൻ ചെയ്ത ശേഷമാണ് ഇവിടെ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നോർമൽ 3/4 സ്ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ലേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മറ്റേ ഒരു പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉള്ളിലാണേ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുകളിൽ വരുന്ന പീസിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇതുപോലൊരു പൈപ്പിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിങ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പ്രഷർ ഫൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സിംഗിൾ ഫൂട്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ ഫൂട്ടർ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഫിനിഷിങ് കിട്ടുന്നത്. ഇത് റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ്. നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കുകയാണെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൈപ്പിങ്ങും കൂടെ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വശത്ത് പൈപ്പിങ്ങിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് കൊടുക്കുക. നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ വേണം പുറത്തോട്ട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്ക് പോകും കേട്ടോ. ബാക്കി പോർഷൻസ് എല്ലാം ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് പൈപ്പിംഗ് പോലെ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ റെഡിമെയ്ഡ് പൈപ്പിംഗ് നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ കാണുന്ന പോലെ കട്ട് ചെയ്തതുപോലെ തന്നെ നമ്മളിതുപോലെ ഒന്ന് പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബെൻഡ് ചെയ്ത് വരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ മുകളിലത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഈ കാണുന്ന പോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ഭാഗം പുറത്തോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫുള്ള് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ സിംഗിൾ ഫൂട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ബെൻഡ് വരുന്ന പോർഷൻസിലെല്ലാം കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ടോപ്പ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗവും ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഉള്ളിലും നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്ക്
മുഴുവനായും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം കുറച്ച് നമ്മുടെ ആ ഒരു മിഡിൽ ഭാഗം കഴിഞ്ഞ് കുറച്ചും കൂടി ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഇത് ഉള്ളിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഉള്ളിൽ വരെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഭാഗം വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിഡിൽ ഭാഗത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഈ സൈഡിൽ ഇതുപോലെ ചേർത്ത് വെച്ച ശേഷം നമുക്ക് ആ മുകളിലത്തെ ഈ ഒരു പോർഷനാണ് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. അപ്പം ഇത് ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താഴത്തെ പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് താഴത്തെ ബോട്ടം പീസ് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ യോക്കും താഴത്തെ ഭാഗം കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പതിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്കിനി ബാക്ക് നെക്കിൻ്റെ ജോലിയാണ്. ബാക്ക് നെക്ക് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ബാക്കി ഉള്ള ആ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ഇവിടെ 3/4 സ്ലീവാണ്. സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ സൈഡും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്താൽ മതി. ഞാനിവിടെ 2 വള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എയർലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഷേപ്പിന് കെട്ടി കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടിയാണ് കോട്ടണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കോട്ടൺ മെറ്റീരിയൽ മേടിച്ച് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്